ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പ്രഗ്നൻസി ജേർണീനെ പറ്റി ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരായ കുറേ ആൾക്കാർ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഡെലിവറി എടുത്തുകൊണ്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാം എന്നോട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു എൻ്റെ ഡെലിവറി സമയത്ത്, എങ്ങനെയായിരുന്നു, അതേപോലെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആഗസ്റ്റ്, അതായത് ജൂലൈ മാസത്തിൽ ഞാൻ ലാസ്റ്റ് പീരീഡ്സായി. അതായത് ജൂലൈ 12 ഞാൻ ലാസ്റ്റ് പീരീഡ്സായി. അതിനുശേഷം ഞാൻ ആഗസ്റ്റ് 12 പീരീഡ്സ് ആവേണ്ടത്. കറക്റ്റ് ഒരു 28 ദിവസം ഗ്യാപ്പിൽ പീരീഡ്സ് ആവുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പെയിനാണ്. അപ്പോൾ ഞാൻ 3 ദിവസത്തേക്കൊന്നും എഴുന്നേൽക്കുകയേ ചെയ്യില്ല, അങ്ങനെ ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ആഗസ്റ്റ് ഒരു 12 എനിക്ക് പീരീഡ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ അതിന് മുമ്പായിട്ട് എനിക്ക്, അതായത് ജൂലൈ ലാസ്റ്റ് ആഗസ്റ്റ് ഫസ്റ്റ് ആ സമയമാകുമ്പം എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ, അതുപോലെ അടിവയർ വേദന, പിന്നെന്താ ഇങ്ങനെ വല്ലാത്ത മീനും കൈ വേദന, അങ്ങനത്തെ എനിക്ക് നമ്മൾ ഈ ബ്രസ്റ്റിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര പീരീഡ്സ് ആകുമ്പോൾ സമയത്ത് എനിക്ക് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ വെച്ചു പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ തള്ളിക്കളഞ്ഞു. പിന്നെ ചില സമയത്ത് എനിക്ക് ഭയങ്കര ചൂട്, മേലൊക്കെ ഭയങ്കര ചൂട്, അപ്പോൾ വെച്ച് പനി വരുന്നുണ്ടാവും, അങ്ങനത്തെ ഒരു ചിന്തയിലായിരുന്നു. ഇതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. അങ്ങനെ ആഗസ്റ്റ് 12 ഞാൻ പീരീഡ്സ് വന്നു. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട്. അങ്ങനെ എനിക്ക് ഞാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് പിന്നെ തിരിച്ചു വന്ന് ഞാൻ പീരീഡ്സ് ആയിട്ട് ഒരു ആഗസ്റ്റ് 16. അപ്പോൾ പിന്നെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇത് അതാണോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ കൺഫേം ആക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ആഗസ്റ്റ് 18 ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ആക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസി കൺഫേം ആണ്, പ്രശ്നമൊന്നുമില്ല, ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നു എന്ന് പറഞ്ഞു. ഫസ്റ്റ് പോയപ്പോൾ തന്നെ പറഞ്ഞു 1 മാസം ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞു. അത് അൾട്രാസൗണ്ട് സ്കാനിങ് ആയിരുന്നു. അതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ പൊസിഷൻ നോക്കാൻ വേണ്ടി, വെച്ചാൽ കുഞ്ഞ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഏത് ഭാഗത്താണ് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു, അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആദ്യമായിട്ട് കേൾപ്പിക്കുന്ന ഒരു സ്കാനിങ് കൂടിയാണത്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയിട്ട് ആ സ്കാനിങ് ചെയ്തു. ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി അവിടെ എത്തിയതിന് ശേഷം ഫസ്റ്റ് ടോക്കണായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ കയറിയപ്പോൾ സമയത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അയാൾ വന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ല, 1 മണിക്കൂർ നടന്നിട്ട് വാ, അതായത് ജ്യൂസ് കുടിച്ചിട്ട് 1 മണിക്കൂർ നടന്നിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇത് കേട്ടപ്പോഴേ എല്ലാവർക്കും ടെൻഷൻ, അച്ഛനും നമുക്ക് ടെൻഷനും, അതായത് എനിക്ക് നല്ല ടെൻഷനായി. അപ്പോൾ ഞാൻ അത് കാണിച്ചിരുന്നില്ല. ഞാൻ 1 മണിക്കൂർ കഷ്ടപ്പെട്ട് നടന്നു. അപ്പോൾ നടന്നു വന്നതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ് ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ സ്കാൻ ചെയ്ത സമയത്ത് അയാൾ വീണ്ടും പറഞ്ഞു കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ല, എന്തായാലും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ വയറിന് മുകളിലേക്കൂടെ ചെയ്യുന്ന സ്കാനിങ് എനിക്ക് വെജൈനയുടെ ഉള്ളിലേക്കൂടെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് കുഞ്ഞിനെ തിരിച്ചിട്ട് കിടത്തിയതിന് ശേഷമാണ് സ്കാൻ ചെയ്തത്. അപ്പോൾ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, നോർമലാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അയാളെ റൂമിലേക്ക് പോയി. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് എല്ലാം ശരിയാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് അയാൾ പറഞ്ഞു കുഞ്ഞ് കുറച്ച് അനക്കം കൂടുതലാണെന്ന് വെച്ചാൽ 3-ാം മാസം മുതലേ എനിക്ക് അനക്കം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസി ആയിട്ട് എനിക്കത് തിരിയുന്നില്ല. അപ്പം ഞാൻ വെച്ചാൽ ഗ്യാസാണെന്ന് വെച്ചാൽ എൻ്റെ വയറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉരുണ്ട് പോകുന്ന പോലത്തെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഗ്യാസായിരിക്കുന്നു. പിന്നെ ആ ഡോക്ടർ പറഞ്ഞത് കുഞ്ഞ് പൊസിഷനൊക്കെ മാറിക്കിടക്കുന്നുണ്ട്, നന്നായിട്ട് അനങ്ങുന്നുണ്ട് പറഞ്ഞു, നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് പോകാൻ പറഞ്ഞത്. 1 മാസം കഴിഞ്ഞിട്ടും സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു NT സ്കാനിങ് ആയിരുന്നു. അതിന് പോയി അതെന്തോ വൈകല്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കാനിങ് ആയിരുന്നു. അതിന് പോയപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്കാനിങ് ചെയ്തു അപ്പോൾ തന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉള്ള സ്കാനിങ് 5-ാം മാസത്തിലേ ഉള്ളൂ, അനോമലി സ്കാനിങ്. അതുവരെ സ്കാനിങ് ഒന്നുമില്ല.
3 മാസം കഴിഞ്ഞ് 4-ാം മാസം ചെക്കപ്പിന് പോയി, പ്രശ്നമൊന്നുമില്ല. 5-ാം മാസം ആയപ്പോഴേക്കും അനോമലി സ്കാനിങ് വന്നു. അപ്പോൾ ആ സ്കാനിങ്ങും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തെങ്കിലും പറയുമോ, അതും വൈകല്യത്തിൻ്റെ സ്കാനിങ് തന്നെയായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4 മാസം ആയപ്പോഴത്തേക്കും എനിക്ക്, അതായത് ഒരു നവരാത്രിയിലെ സമയം ആണെന്ന് തോന്നുന്നു, ആ സമയത്ത് എനിക്ക് 4-ാം മാസം ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ പ്രഗ്നൻസി സ്റ്റാർട്ടായ സമയത്ത് ഈ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ എനിക്ക് വൊമിറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 മാസം പകുതി ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റിങ് തുടങ്ങി. വെച്ചാൽ ഒരു ദിവസം രാത്രി ഫുള്ള് ഛർദ്ദിച്ചു, പുലർച്ചെ വരെ ഉറങ്ങാതെ ഛർദ്ദിച്ചു. പുലർച്ചെ ആയപ്പോഴത്തേക്കും എനിക്ക് എണീക്കാൻ പറ്റാത്ത രീതിയിലായപ്പോൾ ഹസ്ബൻഡും വീട്ടുകാരും കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ബോഡി ഫുൾ ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ അഡ്മിറ്റ് ആക്കി. അവിടെ ഒരു 7-8 ദിവസം ഞാൻ സൺറൈസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പം എനിക്ക് യൂറിൻ ഇൻഫെക്ഷനായി. അതുകൊണ്ടാണ് വൊമിറ്റിങ് വന്നത്. അല്ലാതെ എനിക്ക് പ്രഗ്നൻസി ടൈമിലായിട്ട് ഒരു വൊമിറ്റിങ് എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കങ്ങനെ വൊമിറ്റിങ് ഉണ്ടായിട്ടേ ഇല്ല. ആ ഒരു 7 മാസം അഡ്മിറ്റായി, 7 ദിവസം അഡ്മിറ്റായതിന് ശേഷം വീട്ടിൽ വന്നേ പിന്നെ ഞാൻ പഴയ പോലെ. പിന്നെയെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം വന്നത്, എൻ്റെ സ്കിന്നിലെല്ലാം ഫുൾ ഡാർക്ക് കളറായി. കാരണം ഞാനൊരു കുറച്ച് കളറിലൊരാളായിരുന്നു. അപ്പോൾ എൻ്റെ സ്കിന്ന് ഫുൾ ഡാർക്ക് കളറായി. കഴുത്ത്, കണ്ണ്, ചുണ്ടിൻ്റെ താഴെ അങ്ങനെ ഫുള്ളും. അതിപ്പോഴും എനിക്കുണ്ട്. അതേപോലെ എൻ്റെ മുടിയെല്ലാം നല്ലോണം പോയി, ഒരു വല്ലാത്തൊരു രൂപമായി മാറി. പിന്നെ എനിക്ക് ഒരു 5 മാസം വരെ, അതായത് 7 മാസം വരെ എനിക്കതിന് വലിയ വയറൊന്നും ഉണ്ടായിരുന്നില്ല. 7 മാസം കഴിഞ്ഞതിന് പിന്നെ എനിക്ക് വയറ് കുറച്ച് വന്നു തുടങ്ങി. അതുവരെ എനിക്ക് വയറില്ല. ആരെങ്കിലും ചോദിച്ചായിരുന്നു പ്രഗ്നൻ്റ് ആണോ എന്ന് തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 5-ാം മാസം അധികം നമുക്കൊരു തൂവിക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടായിരുന്നു. വെച്ചാൽ പിന്നെ 5 മാസം കഴിഞ്ഞ് പിന്നെ അമ്പലങ്ങളിലൊന്നും പോകാൻ പാടില്ല. ഈ അറകളിൽ പോവാം, അതെല്ലാം അമ്പലങ്ങളിലൊന്നും പോകാൻ പാടില്ല. അതൊരു ചടങ്ങുണ്ട്. അപ്പം 5-ാം മാസം എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ എന്നെയും കൂട്ടി അമ്പലത്തിൽ പോകുന്നത്. നമ്മളെ തറവാട്ടിലും അങ്ങനത്തെ ഒരു 3 അമ്പലത്തിൽ പോകും. അവിടെ നിന്ന് വന്ന് എന്നെ തിരിച്ച് 3 അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന് ഞാൻ എൻ്റെ വീട്ടുകാരപ്പുറം എൻ്റെ വീട്ടിൽ പോയതിന് ശേഷം അവിടെ ഒരു അമ്പലത്തിൽ 3 ദിവസം രാവിലെ വെറും വയറ്റിൽ പോയിട്ട് ഒരു പൂജാരി നെയ്യ് പൂജിച്ച് തരും. അത് കഴിക്കണം. എണ്ണ പൂജിച്ച് തന്നിട്ട് അത് കഴിക്കും. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം അത് കഴിഞ്ഞ് പിന്നെ അനോമലി സ്കാനിങ് ഉണ്ടായത്. അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അതിനുശേഷം 6-ാം മാസം സ്കാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 7-ാം മാസവും ചെക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നില്ല. ഒന്നും എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. 8-ാം മാസം ആയപ്പോഴേക്കും ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. അതിലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒരു 9-ാം മാസം സ്റ്റാർട്ടായ സമയത്ത് അതായത് നമുക്ക് PV ചെയ്യുമല്ലോ, PV 8-ാം മാസം ഒരു സ്കാനിങ് ഉണ്ടായപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9-ാം മാസം പോയപ്പോൾ PV ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ PVനെ പറ്റി പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ എങ്ങനെയായിരിക്കും, ഭയങ്കര പെയിൻഫുള്ളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ പോയപ്പോൾ നമ്മൾ ഒരിക്കലും ബലം പിടിക്കാൻ പാടില്ല. വെച്ചാൽ അവിടെ അത് വെജൈനയുടെ ഉള്ളിൽ ഡോക്ടർ കൈയിട്ട് നോക്കുന്നതാണ് ഈ PV എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിൽ അപ്പോഴേ ഈ ഗർഭപാത്രം കുഞ്ഞ് തല താന്ന് വന്നോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ചൊരു വേദന ഉണ്ടാവും. പക്ഷെ നമ്മൾ കൂളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ആദ്യം പിന്നെ വെജൈനയുടെ ഉള്ളിലേക്ക് കൈ കടത്തുന്ന സമയത്ത് ഞാൻ കുറച്ച് ബലം പിടിച്ച് കുറച്ച് കുഴപ്പമാക്കി അത് അലറിക്കാനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2-ാമത്തെ പ്രാവശ്യം കൂടായിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ മര്യാദയ്ക്ക് ഇരുന്നു. അപ്പോൾ എനിക്ക് വലിയ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതിനുശേഷം കൈ അകത്തിട്ട് അത് ഞാൻ എപ്പോഴാണ് മാർച്ച് 30-നാണ് എനിക്ക് ലാസ്റ്റ് ചെക്കപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ 30-ന് പോയി. അപ്പോൾ അയാൾ പറഞ്ഞു കുഞ്ഞിൻ്റെ തല താന്നിട്ടുണ്ട്, അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഡേറ്റ് ആയിട്ടില്ല, ഞാൻ കൺഫേം ആയിട്ട് ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് സ്കാനിങ്ങിൽ, അതായത് 3-ാം മാസത്തിലെ സ്കാനിങ്ങിൽ തന്നെ നമുക്ക് പ്രഗ്നൻസി അതായത് ഡെലിവറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റ് എനിക്ക് ഏപ്രിൽ 16-നായിരുന്നു. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഈ മാർച്ച് 30-ന് പോയി PV ചെയ്തതിന് ശേഷം എനിക്ക് കുഞ്ഞിൻ്റെ തല താഴ്ന്നിട്ടുണ്ട്. കാരണം കുഞ്ഞിൻ്റെ തല താഴുമ്പോൾ ഏകദേശം നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി. പക്ഷേ ഇരിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട്. എനിക്ക് വെജൈനയുടെ ഭാഗത്ത് ഭയങ്കര പെയിൻ, നമുക്ക് നടക്കാൻ പറ്റില്ല. അതുപോലെ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടേ ഇരിക്കണം, യൂറിൻ പാസ്സാക്കിക്കൊണ്ടേ ഇരിക്കണം, പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും.
രാത്രി ഉറക്കമില്ല, തിരിഞ്ഞ് നടക്കാനും മറന്ന് നടക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ആ സമയത്ത് നല്ലോണം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നടക്കാനായിരുന്നു. ഈ വെജീൻ്റെ അടുത്ത് ഭയങ്കര പെയിൻ ഇതുകൊണ്ട് നടക്കാം. അപ്പം ഞാൻ ഈ ഓരോ പ്രാവശ്യം ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്തും എനിക്ക് അവിടെ വേദന ഇവിടെ വേദന ഒക്കെ പറയാം. അപ്പോൾ ഡോക്ടർ പറയും അതൊന്നും പ്രശ്നമില്ല, അതെല്ലാം പ്രഗ്നൻസി സമയത്ത് സാധാരണമാണ്, അതിനൊന്നും ഗുളികയും മരുന്നൊന്നുമില്ല, അനുഭവിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മാർച്ച് 30 PV ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ PV ചെയ്ത സമയത്ത് അയാൾ പറഞ്ഞു തല താന്നിട്ടുണ്ട്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്, അതായത് ആദ്യം 2 ആഴ്ച എന്ന് അയാൾ പറഞ്ഞു, പിന്നെ പറഞ്ഞു വേണ്ട 1 ആഴ്ച കഴിഞ്ഞിട്ട് വന്നോ, എന്നിട്ട് ഡേറ്റ് കൺഫേം ആക്കി പറയാമെന്ന്. അങ്ങനെ മാർച്ച് 30 ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. 31 പ്രശ്നമില്ല. അതെനിക്ക് എല്ലാവരോടും ഞാൻ പറയും ഏപ്രിലാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞപ്പോൾ എല്ലാവരോടും ഞാൻ പറയും ഏപ്രിൽ 1 ഞാൻ പ്രസവിക്കില്ല, ഏപ്രിൽ 1 ഞാൻ എന്തായാലും പ്രസവിക്കില്ല എന്ന് വാശി പിടിച്ച ഒരാളായിരുന്നു. അപ്പോൾ ആ സമയം അങ്ങനെ പറഞ്ഞവരോടെല്ലാം അങ്ങനെ ഒരുപാട് ആൾക്കാരോട് എന്നെ കാണാൻ 7 മാസത്തിലൊക്കെ ഇങ്ങനെ കാണാൻ വരാനും 7 മാസത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന സമയത്തൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എല്ലാവരും പറഞ്ഞ് ഏപ്രിൽ 1 എന്നെ പ്രസവിക്കുന്നൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സായാലും ഒരുപാട് ആൾക്കാർ ഞാൻ വാശി പിടിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഏപ്രിൽ 1 ഒരുപാട് ആൾക്കാർ രാവിലെ തുരുതുരാ മെസ്സേജ് നീ ഹോസ്പിറ്റലിൽ പോയോ, നീ പ്രസവിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഒരു പ്രശ്നമില്ല, കൂളായിട്ട്. അന്ന് എല്ലാ ദിവസവും ഇല്ലാത്തതിനേക്കാളും ഭയങ്കരമായിട്ട് അമ്മേനെ സഹായിക്കും, ദോശ ഇടുക, അതുപോലെ പയറ് മുറിക്കുക ഒക്കെ ചെയ്ത് ഒരു രാവിലെ സമയം. ഇപ്പോൾ ഹസ്ബൻഡോട് എനിക്ക് മറ്റേ ആടുജീവിത സിനിമ കാണാൻ പോകണം, ഞാൻ പോയിട്ട് വരാം. അപ്പം ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു നിങ്ങൾക്ക് ആ സിനിമ ഫുള്ള് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് സിനിമ കാണാനും പോയി. ഒരു 12 മണിയായ സമയമായെന്ന് തോന്നുന്നു. ആ സമയമാകുമ്പം ഭയങ്കര ചൂട്, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പോൾ അതുവരെ ഞാൻ മെസ്സേജ് ആണെന്ന് ഫോണെല്ലാം താഴെ വെച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു കസേരയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഫുള്ള് ബ്ലഡ്, ചെയറിലും ഡ്രസ്സിലൊക്കെ ബ്ലഡ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ചു. അപ്പോൾ ഞാൻ വേഗം ആർക്കും പറയാണ്ട് വേഗം ബാത്റൂമിൽ പോയി നോക്കി. അപ്പോൾ ഫുള്ള് ബ്ലീഡിങ് സ്റ്റാർട്ടായി എനിക്ക് ഫുള്ള്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ബ്ലീഡിങ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അമ്മ കുറച്ച് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിൽ. അപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ വേഗം പോകാൻ. അപ്പം ഞാനൊരു 8-ാം മാസം സ്റ്റാർട്ടായപ്പോഴേ ഞാൻ ഹോസ്പിറ്റൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ടൊരു ടെൻഷനില്ല, എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നേരെ സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-ാം തീയതി ഒരു 12:45 ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ പകുതി ഒരു ഇൻ്റർവെൽ പോലും ആയിട്ടുണ്ടായിരുന്നില്ല സിനിമ. പകുതിക്ക് വെച്ചിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് പറഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു ഉച്ചയായ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എത്തി നേരെ പോയത് ലേബർ റൂമിലേക്കായിരുന്നു. അപ്പോൾ ലേബർ റൂമിൽ പോയി ഡോക്ടർ PV ചെയ്തു. PV ചെയ്ത സമയത്ത് തന്നെ ഡോക്ടർ പറഞ്ഞു ലേബർ സ്റ്റാർട്ടായതാണ്, പേടിക്കൊന്നും വേണ്ട, ഇന്നോ നാളെയായിട്ട് തന്നെ ഡെലിവറി ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഗർഭപാത്രം ഒരു 1 സെൻറ്റിമീറ്റർ എത്ര തുറന്നിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞ റൂമിലേക്ക്. അപ്പോൾ തന്നെ നമ്മൾ ലേബർ റൂമിൽ പോയ സമയത്ത് തന്നെ നമ്മൾ വയറിളക്കും. അപ്പം ഞാൻ ഇപ്പം തന്നെ പ്രസവിക്കും, കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഒരു പിടി. ഞാൻ അന്ന് ആദ്യമായിട്ടാണ് ലേബർ റൂം തന്നെ കാണുന്നത്. അപ്പോൾ നമുക്ക് ലേബർ റൂമിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ അവിടെ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, കുറേ ആൾക്കാർ കരയുന്നുണ്ടാവും. അന്നേരം ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ ആരും കാണാതിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ടെൻഷൻ, കണ്ണൊക്കെ വെള്ളം വരാൻ തുടങ്ങി. പക്ഷെ പുറത്ത് പോയിക്കോ, വയറിളക്കി കഴിഞ്ഞിട്ട് പുറത്ത് പോയിക്കോ പറഞ്ഞു. അങ്ങനെ പുറത്ത് പോയതിന് ശേഷം അവരൊക്കെ കണ്ടപ്പോൾ അത് ഞാൻ മറന്നു. അങ്ങനെ റൂമെടുത്ത് അന്നെല്ലാം നല്ല കൂളായിട്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ലേബർ റൂമിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏപ്രിൽ 2 രാവിലെ 7 മണിക്ക് ലേബർ റൂമിലേക്ക് പോകാൻ പറഞ്ഞു. 7 മണിക്ക് കയറി അങ്ങനെ വേദന വരാനുള്ള മരുന്ന് തന്നിട്ട് ഏപ്രിൽ 2 4:46 ഞാൻ പ്രസവിച്ചു ഒരു ആൺകുട്ടിയുടേതാണ് എൻ്റെ പ്രഗ്നൻസി ജേണി. ഒരുപാട് കാര്യങ്ങൾ ഞാനിന്ന് വിട്ടുവരുന്നുണ്ട്. വെച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കുറേ നല്ല കാര്യങ്ങളും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറയാനുള്ളത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.